ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇതിനെ കാണുന്നത്. വളരെ ഗൗരവത്തോടെ ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നു എങ്കിൽ ഈ മോഷണം പിന്നെയും തുടരുമായിരുന്നു, വീണ്ടും നടക്കുമായിരുന്നു. 19 നടന്ന മോഷണം 2024 നടക്കുമായിരുന്നു. ഹൈക്കോടതി നേരിട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ആണ് ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്തത്. ഞങ്ങളുടെ CBI അന്വേഷണത്തിൽ നിന്ന് ഞങ്ങൾ മാറിയത്. ഇപ്പോ ഞങ്ങൾ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കാലത്ത് അനാവശ്യമായ സമ്മർദ്ദം ഈ SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായി എന്നൊരു ആരോപണം ഞങ്ങൾ ഉന്നയിച്ചു. അത് മന്ദഗതിയിലായി. അതുകൊണ്ട് അന്വേഷണം അത് ഹൈക്കോടതി ശരിവെച്ചു. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് പറഞ്ഞു. കാരണം ഹൈക്കോടതിക്ക് ഞങ്ങളെക്കാൾ വിവരമുണ്ട്. ഈ വിവരങ്ങൾ അവർക്ക് കിട്ടും. കാരണം അതിന്റെ അന്വേഷണം എങ്ങോട്ട് പോകുന്നു, എവിടെ തടഞ്ഞു നിൽക്കുന്നു എന്ന് നമ്മളെക്കാൾ കൃത്യമായിട്ട് അറിയാം. നമ്മളിപ്പോ VD സതീശന്റെ പ്രതികരണം കൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് തിരുവനന്തപുരത്താണ് പ്രതികരിച്ചത്. നേരത്തെ രമേശ് ചെന്നിത്തലയും സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ചെന്നിത്തലയ്ക്ക് പിന്നാലെ VD സതീശനും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടനിലക്കാർ വഴി ഇടപെടൽ നടത്തുന്നതായി പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയ 2 IPS ഉദ്യോഗസ്ഥർ പ്രത്യേക അന്വേഷണ സംഘത്തിന്മേൽ വൻ സമ്മർദ്ദം ചെലുത്തുന്നതായും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി? ഇത് യഥാർത്ഥ കുറ്റവാളികൾ പുറത്തു വരുമോ? ഇനി അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ഇതിൻ്റെ കൂടുതൽ കാര്യം? ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഇന്നലെ വരെ ഉണ്ടായിരുന്ന പ്രതികരണങ്ങളിൽ നിന്നും കാഴ്ചപ്പാടുകളിൽ നിന്നും കുറേ കൂടി അഗ്രസീവായ നിലപാടെടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു എന്നുള്ളതാണ് VD സതീശൻ ഇപ്പോൾ അവസാനം നടത്തിയ പത്രസമ്മേളനത്തിൽ മനസ്സിലാകുന്നത്. ഏതാനും ദിവസം തന്നെ ശ്രീ രമേശ് ചെന്നിത്തല ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഈ കൊള്ളയുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ എന്തുമാത്രമുണ്ട്, അതിൻ്റെ വലിപ്പം, വ്യാപനം എന്തുമാത്രമുണ്ട് എന്ന് ഏറെക്കുറെ സൂചന നൽകി. അതിനെക്കുറിച്ചുള്ള അന്വേഷണം പതുക്കെ അഴിഞ്ഞു നീങ്ങുന്നേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം, ഒതുക്കി തീർക്കാൻ പറഞ്ഞാൽ ഇതിന് സ്വർണം കട്ടില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതിന് അവർ കണ്ടെത്തിയ എളുപ്പ വഴി ഇത് വളരെ നെഗ്ലിജിബിൾ 500 ഗ്രാം സ്വർണത്തിൻ്റെ കേസായിട്ട് ഇല്ലാതാക്കാനാണ് ഗോവർദ്ധനും ഇവരും ഇവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ പത്മകുമാറും വാസുവും ഒക്കെ കൂടെ ശ്രമിച്ചത്. പക്ഷേ ആ ശ്രമത്തിനാണ് ആര് തടയിട്ടത്? രമേശ് ചെന്നിത്തല ആദ്യം തടയിട്ടു. അത് കഴിഞ്ഞ് ഇപ്പോൾ VD സതീശൻ കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ എടുക്കുന്ന നിലപാട് പറഞ്ഞു. SITയുടെ അന്വേഷണത്തിൽ തങ്ങൾ പൂർണ്ണ തൃപ്തരല്ല, പക്ഷേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായതുകൊണ്ട് ഈ അന്വേഷണം കുറേ കൂടി മുമ്പോട്ട് പോകും. അത് ഞങ്ങൾ കാത്തിരിക്കുന്നു, അത് ഞങ്ങൾ ഓരോ അർത്ഥത്തിലും വീക്ഷിക്കുന്നു. പിന്നെ രണ്ടാമത് സതീശൻ വേറൊരു ഗുരുതരമായ ആരോപണം ഉയർത്തിയത്, അതിന് മറുപടി പറയേണ്ടത് മറ്റാരുമല്ല, കേരളം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി ശ്രീ പിണറായി വിജയൻ, മുഖ്യമന്ത്രിയും കൂടിയായ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ്. അവിടുത്തെ ആരോപണം SITയുടെ ടീം അംഗങ്ങളെ സ്വാധീനിക്കാനായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു, തുടർച്ചയായിട്ട് ഇടപെടുന്നു. അതുകൊണ്ടാണ് ഈ അന്വേഷണം വളരെ പെട്ടെന്ന് സ്ലോ ആയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇടപെടുന്നു എന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ്. അതെ. അപ്പോൾ ഈ 2 IPS ഉദ്യോഗസ്ഥരാണ് അവിടെയുള്ളത്. ആ 2 IPS ഉദ്യോഗസ്ഥർ ആരാണെന്നുള്ള വിവരം പേര് പുറത്തുവിട്ടിട്ടില്ല. പേര് പുറത്ത് വിട്ടിട്ടില്ല. ആരുമാകാം. പുറത്തുവിട്ട ഈ സാഹചര്യം ഇനി കൂടുതൽ ഈ അന്വേഷണം ഉഴപ്പിയാൽ ഇനി പേരുകൾ പുറത്തുവിടുമെന്നാണ് VD സതീശൻ പറയുന്നത്. ആ പേരുകൾ പുറത്തു വിട്ടാൽ ഒരു സത്യം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. കേവലം 500 ഗ്രാമിൻ്റെ മോഷണത്തിൻ്റെ പ്രശ്നമല്ല, ഒരു തേങ്ങാക്കള്ളൻ്റെ റോളിലല്ല പത്മകുമാറും വാസുവൊന്നും നിൽക്കുന്നത്, അല്ലെങ്കിൽ പിണറായി പോലും നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് കടൽ കൊള്ളക്കാരൻ്റെ വലിയ കടൽ കൊള്ളക്കാരുടെ നിലവിലാണ്, അല്ലെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെയൊക്കെ കൂട്ടുള്ള പേരുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ സ്വർണം വിറ്റത് ആര് വഴി? അത് ഇവിടുത്തെ പോലീസ് അന്വേഷിച്ചാൽ പോലും കിട്ടണമെന്നില്ല. ഇൻ്റർപോൾ തന്നെ ചിലപ്പോൾ അന്വേഷിക്കേണ്ടി വരും, CBI അന്വേഷിക്കണം, പല ഘട്ടങ്ങളിലേക്ക് ഇത് പോകാം. എന്നാൽ പോലും എന്തുമാത്രം സ്വർണം പോയിന്നോ, എന്തൊക്കെ സ്വർണം പോയി എന്നുള്ള കണക്ക് പോലും നമ്മുടെ മുമ്പിലേക്ക് തരുന്നില്ല, ജനങ്ങളെ അറിയിക്കുന്നില്ല. അപ്പോൾ ജനങ്ങളിൽ നിന്നും എല്ലാം മൂടി വെച്ച് തൽക്കാലം 1-2 പേരെ ബലി കൊടുത്ത് രക്ഷപ്പെടുത്താനുള്ള ശ്രമം, ഈ കേസ് മരവിപ്പിക്കാനുള്ള ശ്രമമാണ് പിണറായി നടത്തുന്നത്. മിനിമം മരവിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ വരെയെങ്കിലും ഈ കേസ് സത്യസന്ധമായി സത്യങ്ങൾ പുറത്തു വരാൻ ഉള്ള യാതൊരു സഹായവും ഈ ഗവൺമെൻറ്റിൽ നിന്നുണ്ടാവില്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത്? 2 മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന്, പ്രതിപക്ഷം സജീവമായി നിൽക്കുക, അല്ലെങ്കിൽ ഈ വിഷയത്തിലും ഒരു ബഹുജന സമരം എന്ന് പറഞ്ഞാൽ ആചാരലംഘനത്തിൻ്റെ പേരിൽ കേരളത്തെ ത്രസിപ്പിച്ച, അല്ലെങ്കിൽ ജനങ്ങളെ ആവേശം കൊള്ളിച്ചൊരു സമരമുണ്ടായിരുന്നു. അതുപോലത്തെ സമരപരിപാടിയിലേക്ക് പോകാൻ കോൺഗ്രസ് നിർബന്ധിതരാകും. എന്തുകൊണ്ട് BJP സൈലൻ്റായിട്ടിരിക്കുന്നുള്ള പ്രശ്നമുണ്ട് ഈ കേസിൽ തന്നെ.
സതീശൻ ആ ഭാഗത്തേക്ക് പോയില്ല. അന്വേഷണം നടത്തണമെന്നേ പറയുന്നുള്ളൂ. BJP ഈ കേസിൽ പതിവിൽ കൂടുതൽ സൈലൻ്റാണ്. കാരണം എന്താ? വേണമെങ്കിൽ ഇവർ വേണമെന്നില്ല. ഇത് വളരെ ഇൻ്റർപോളാണ്, അന്തർദേശീയ മാനങ്ങളുള്ള കേസാണ്, ഞങ്ങൾ ഏറ്റെടുത്തു, NIAക്ക് ഇത് ഏറ്റെടുക്കാം, സെക്യൂരിറ്റി ആസ്പെക്റ്റിനകത്ത് വരും. ഇവിടെ എന്ത് വരാത്തെന്ത്? പിണറായി വിജയൻ നേരിട്ട് ഇടപെടുന്ന ഒരു കാര്യത്തിലും സാധാരണഗതിയിൽ NIA വരാറില്ല. അല്ല, NIA അന്വേഷിക്കാൻ വന്നാൽ ഒന്നും അറിയാത്ത മട്ടിലങ്ങ് പുറകോട്ട് പോകും. അപ്പോൾ ആ രീതിയിൽ ഇത് അവസാനിപ്പിക്കാൻ കേന്ദ്രവും BJP ഇവിടുത്തെ കേരള ഗവൺമെൻറ്റായിട്ട് ധാരണയുണ്ടോ? അങ്ങനത്തെ ധാരണയ്ക്ക് സാധ്യതയുണ്ടോ? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇവിടെ ഇന്ന് സതീശൻ പറയുന്നൊരു കാര്യം, ഇതിൻ്റെ മാനത്തെക്കുറിച്ച് പത്രസമ്മേളനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു. ഇത് ഞങ്ങൾക്കറിയാം, അല്ല ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്നുവെച്ചാൽ അറിയാവുന്ന ഡീറ്റെയിൽസ് അറിയാമെന്നല്ല പറഞ്ഞു, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി സത്യങ്ങൾ പുറത്തു വരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇടപെടും. മര്യാദയുടെ പേരിൽ മാത്രം ആ ഉദ്യോഗസ്ഥരുടെ പേര് പറയുന്നില്ല, തങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിൽ നിന്ന് IPS ഉദ്യോഗസ്ഥർ പിന്മാറണം, മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അതിൽ നിന്ന് പിന്മാറണം, അല്ലാത്ത പക്ഷം ഉദ്യോഗസ്ഥരുടെ പേര് വെളിപ്പെടുത്തുമെന്നാണ് സതീശൻ പറയുന്നത്. ഇല്ല, ഇതിൽ എന്തിനാ ഈ ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് നടത്തുന്നില്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം പറയുക, ചീഫ് മിനിസ്റ്റർ ഇത് നിങ്ങൾ നടപടിയെടുക്കണം, ഇന്ന ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്യുന്നത്, ചീഫ് മിനിസ്റ്ററോട് പറയാമല്ലോ. ഞങ്ങൾക്കറിയാം ഇന്ന അത് ആ പേര് പിന്നെ ജനത്തോട് പറയുന്നതിന് കുഴപ്പമെന്താ? ഇവരുടെ എല്ലാം പരിപാടി ഇതാ, ഞങ്ങൾക്കറിയാം, ഇപ്പം ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങളുടെ മര്യാദ ഓർത്ത് പറയുന്നില്ല. പക്ഷെ പറയേണ്ടി വരുന്നിടത്ത് പറഞ്ഞേ പറ്റൂ. ജനങ്ങൾ ഇൻവോൾവ് ആണെങ്കിൽ അങ്ങനെ കൃത്യമായ വിവരം കിട്ടണം. ഇവരുടെ മനസ്സിലിരിക്കുന്ന ആഗ്രഹം വെച്ച് ജനങ്ങൾ ചലിക്കണമെന്നില്ല. അപ്പോൾ പിണറായി വിജയൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ, അല്ലെ ഏതെങ്കിലും IPS ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ജനങ്ങൾ അറിയണ്ടേ? പല കേസുകളും അങ്ങനെ ഞങ്ങൾക്കറിയാം പക്ഷേ പറയുകയില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സമീപനം സ്വീകരിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും പിണറായി വിജയൻ രക്ഷപ്പെടാൻ പറ്റുന്നത്. പല കാര്യങ്ങളും പുറത്തു പറയുന്നില്ല. അതിന് തൽക്കാലം ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് മാത്രം നടത്തും. അതിനപ്പുറത്തേക്ക് ഇതിനെ നീട്ടിക്കൊണ്ടുപോകണമെങ്കിൽ ജനങ്ങളെ ഇതിൻ്റെ പേരിൽ ഇവരുടെ പിന്നിൽ അണിനിരത്തണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താ? ജനങ്ങളോട് സത്യം പറയുക. അതിപ്പോൾ അതല്ലേ ഏറ്റവും വലിയ കോടതി. ഏറ്റവും വലിയ കോടതി ജനങ്ങളാണ്. ഇവർ സമ്മതിക്കുന്നുണ്ട്. അപ്പം ആരും നടപടി എടുക്കുന്നില്ലെങ്കിൽ, പിണറായി വിജയൻ ഉൾപ്പെടെ ആരും നടപടി എടുക്കുന്നില്ലെങ്കിൽ ഈ IPS ഉദ്യോഗസ്ഥന്മാർ ആരാണെന്ന് ജനങ്ങൾക്ക് അറിയണ്ടേ? അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ജനങ്ങളല്ലേ? തീർച്ചയായിട്ടും. സതീശനോ അല്ലെങ്കിൽ പിണറായി വിജയനോ അല്ല ശമ്പളം കൊടുക്കുന്നത്, ഇവിടുത്തെ ജനങ്ങളാണ് ശമ്പളം കൊടുക്കുന്നത്. അവരോടൊരു ഉത്തരവാദിത്വം സതീശനുണ്ട്, മറ്റാരേക്കാൾ കൂടുതൽ. സതീശൻ ആ സത്യം ഇന്നല്ലെങ്കിൽ നാളെ പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സജീവമാക്കി നിർത്തേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. റീസണിങ്ങിന്, യുക്തിക്ക്, നിയമബോധത്തിന്, ധർമ്മബോധത്തിന് വഴങ്ങിക്കൊടുക്കുന്നൊരു ഗവൺമെൻറ് അല്ല ഇപ്പോൾ ഉള്ളത് ഒരു തരത്തിലും. അപ്പോൾ ആ ഗവൺമെൻറ്റിനെ കൊണ്ട് നേരായ വഴി കൊണ്ടിരിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഇതിൽ രാഷ്ട്രീയമായും ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രനും ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. അല്ല, ആ ഉത്തരവാദിത്തം ഇവർ നിർവഹിക്കുന്നില്ലെങ്കിൽ അവരെ കൊണ്ട് അത് ചെയ്യിക്കുക എന്നുള്ള ഉത്തരവാദിത്തം പ്രതിപക്ഷം ഉണ്ടാകുന്നുണ്ട്. അല്ല, ചെയ്യിക്കാൻ ശ്രമിക്കുക എന്നുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇനി സതീശൻ ആ റോളിലേക്ക് വരുമോ? അത് അത്യാവശ്യമുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് സതീശൻ്റെ ഒരു പവർ കൊടുത്തിട്ടുണ്ട്, അല്ലെ കോൺഗ്രസിനൊരു പവർ കൊടുത്തിട്ടുണ്ട്, ലീഗിനൊരു പവർ കൊടുത്തിട്ടുണ്ട്. ആ പവർ ഉപയോഗിക്കാൻ പറ്റണ്ടേ? തീർച്ചയായിട്ടും. ആ പവർ എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ തെറ്റിനെ എതിർക്കുക മാത്രമല്ല, തിരുത്തുകയും കൂടെ വേണം. അത് നടപ്പാക്കാൻ വന്നാൽ അതിനെ പ്രതിരോധിക്കണം. ഇതെല്ലാം ചെയ്യാൻ ബാധ്യതപ്പെട്ടവർ. അവർ അത് ചെയ്യുന്നുണ്ടോ? അത് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി സതീശൻ പത്രസമ്മേളനത്തിലും പറഞ്ഞിരിക്കുന്നത്. കാത്തിരിക്കാം, ഏതാനും ദിവസം കൂടി കാത്തിരിക്കാം ഇവർ എന്ത് ചെയ്യുമെന്ന്. അതുപോലെ നമുക്കും ഏതാനും ദിവസം കൂടി കാത്തിരിക്കാം സതീശനൊക്കെ ഏതറ്റം വരെ പോകും എന്ന്.